എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ നമ്മുടെ +1 മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ. വ്യത്യസ്തമായ പല രീതികളിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓർഡേർഡ് പേഴ്സ് ആയിട്ട് തന്നിട്ട് ഡൊമൈൻ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ എക്സ് കോർഡിനേറ്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അല്ലെങ്കിൽ ഫംഗ്ഷൻ, റൂട്ടിനുള്ളിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഡൊമൈൻ എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല എന്ന കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഡൊമൈൻ എഴുതണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒന്നാണ് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ഡൊമൈൻ എഴുതാൻ പറയാറുണ്ട്. ഇപ്പോൾ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്ന ചിന്തയിൽ നിന്നും നമ്മൾ ഡൊമൈൻ ഉണ്ടാക്കിയെടുക്കണം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആവുന്ന എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ആ വാല്യൂസിനെ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ, റിയൽ നമ്പേഴ്സിൽ നിന്ന് ആ വാല്യൂസ് ഉൾപ്പെടുന്ന സെറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡൊമൈൻ കിട്ടും. ശരിയല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുട്ട് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 0. അതായത് x² - 5x + 4 = 0. ശ്രദ്ധിച്ചിരിക്കുക. സമ്മും പ്രോഡക്റ്റും എടുക്കാം. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -5 ഗുണിച്ചാൽ 4 നമ്പേഴ്സ് -1 -4 -1 -4 ഗുണിച്ചാൽ +4 കൂട്ടിയാൽ -5 സ്പ്ലിറ്റ് ചെയ്താൽ x - 1 × x - 4 0. അവിടുന്ന് x - 1 0, x - 4 0, x = 1 കിട്ടും ആൻഡ് x = 4 കിട്ടും. സോ അങ്ങനെ രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് എക്സിന് കിട്ടുക, അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഉത്തരങ്ങളൊക്കെ എക്സിന്റെ പ്ലേസിൽ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. ഡിനോമിനേറ്റർ 0 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള, അഥവാ ഇൻഫിനിറ്റിയിലേക്ക് ഉത്തരം വഴുതി മാറുന്ന ഫോർമാറ്റ് ആണ്. അതൊരു റിയൽ വാല്യൂഡ് ആവില്ല. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഡൊമൈൻ കൊടുക്കുന്ന സമയത്ത് ഡൊമൈനിൽ നിന്നും ഈ സംഖ്യകളെ ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മൾ ഡൊമൈൻ എഴുതാൻ, അല്ലേ? ബാക്കി ഏത് റിയൽ നമ്പർ വേണോ എനിക്ക് എക്സിന്റെ പ്ലേസിൽ കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇവന്മാർ വരാൻ പാടില്ല, 1ഉം 4ഉം വരാൻ പാടില്ല. 1ഉം 4ഉം വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു റിയൽ നമ്പേഴ്സിൽ നിന്നും ആരെയൊക്കെ മൈനസ് ചെയ്ത് കളയണം? റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 1,4. 1നെയും 4നെയും ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് മാറ്റുന്നതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമിലർ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. സോ മുൻപ് ചെയ്ത പ്രോബ്ലത്തിന് സമാനമായ മറ്റൊരു ചോദ്യം. ഫൈൻഡ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f(x) = x² + 2x + 1/x² - 8x + 12. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം, അല്ലേ? x² - 8x + 12 = 0. സമ്മും പ്രോഡക്റ്റും എടുക്കാം. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -8 ഗുണിച്ചാൽ 12. നിങ്ങൾ -b + or -√b² - 4ac/2 വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിന്റെ സഹായത്തോടു കൂടി ഈ കോയിഫിഷ്യൻസ് അടിച്ച് സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റർ തന്നെ ആൻസർ പറഞ്ഞു തരും. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ -8 ഗുണിച്ചാൽ 12. സംഖ്യകൾ -2 -6. -2 -6 കൂട്ടിയാൽ -8 ഗുണിച്ചാൽ +12. ഈ രണ്ട് സംഖ്യകൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x - 2 ഗുണം x - 6 0. a × b 0 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ a 0 ആവണം, അല്ലെങ്കിൽ b 0 ആവണം, ഒന്നില്ലെങ്കിൽ x - 2 0 ആവണം, അല്ലെങ്കിൽ x - 6 0 ആവണം. അവിടുന്ന് x-ന്റെ വില 2 കിട്ടും. ഇവിടുന്ന് x-ന്റെ വില 6 കിട്ടും. ശരിയല്ലേ? ഈ രണ്ട് വിലകൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുന്നതാണ് നമ്മുടെ ഡൊമൈൻ. കാരണം ഇവന്മാര് എക്സിന്റെ പ്ലേസിൽ കൊടുത്താൽ ഡിനോമിനേറ്ററിൽ 0 വരും. അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സിൽ നിന്നും ഇവന്മാരെ മൈനസ് ചെയ്ത് കളയണം. റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 2,6. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 2,6. ഓക്കെ, സെറ്റ് അല്ലേ? സംഗതി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ ഫ്രാക്ഷൻ വരുന്ന കേസിൽ എങ്ങനെ ഡൊമൈൻ എഴുതണം എന്ന് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ചിന്ത ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വിലകൾ കണ്ടുപിടിക്കുക. ആ വിലകൾ എവിടെ നിന്ന് ഒഴിവാക്കുക? റിയൽ നമ്പേഴ്സിൽ നിന്ന്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒഴിവാക്കുക. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ആ വിലകൾ മൈനസ് ചെയ്ത് മാറ്റുക എന്നതാണ് നമ്മുടെ ജോലി. സോ ദാറ്റ് ഈസ് അവർ ഡൊമൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് 2 മാർക്കിന് സ്ഥിരം ആവർത്തിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇനി ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആൻസർ എഴുതാതെ ഇരിക്കുന്ന അവസ്ഥ വരരുത്. 100% ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. until then, ടാറ്റ, ബൈ ബൈ, സി.